വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ക്യാലസ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാലസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ക്യാലസ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് HSST ബോട്ടണി സീരീസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിലബസ് തന്നെ MSc BSc റിലേറ്റഡ് ആയിട്ടുള്ള ബോട്ടണിയിൽ വരുന്ന എല്ലാ ടോപ്പിക്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ MSc BSc ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഒപ്പം HSST ആസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ക്യാലസ്, വാട്ട് ഈസ് എ ക്യാലസ്? അതിനൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കുറേ കീ പോയിന്റ്സ് ഓർമ്മ വരണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് പ്രോലിഫറേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ അൺഓർഗനൈസ്ഡ് അൺഡിഫറൻഷിയേറ്റഡ്, പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതിന് പുതിയ കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ റൈറ്റ് കണ്ടീഷനിൽ മാത്രമേ ഇവ പ്രോലിഫറേറ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇതൊരു അൺഡിഫറൻഷിയേറ്റഡ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാസ് ഓഫ് സെൽസ് ആണ്. ഒരു ഐസൊലേറ്റഡ് പ്ലാന്റ് സെൽസ് അല്ലെങ്കിൽ പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ ഓർഗൻസ്, അത് എന്തും ആകാം. റൂട്ട് ആകാം, ലീഫ് ആകാം, സ്റ്റെം ആകാം. നമ്മൾ എടുക്കുന്ന എക്സ്പ്ലാന്റിൽ നിന്ന് അതിൽ നിന്നൊരു അസെപ്റ്റിക് കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ടിഷ്യൂ കൾച്ചറിൽ. ഒരു ആർട്ടിഫിഷ്യൽ ന്യൂട്രിയൻ്റ് മീഡിയം, ആ ഒരു ന്യൂട്രിയൻ്റ് മീഡിയത്തിൻ്റെ കോമ്പോസിഷനൊക്കെ നല്ല രീതിയിൽ ഒരേപോലെ സ്റ്റേബിൾ ആയാൽ മാത്രമേ അത് ക്യാലസ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ അസെപ്റ്റിക് ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷനിൽ അത്യാവശ്യം ആ ഒരു മീഡിയം ഒക്കെ കോമ്പോസിഷൻ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അൺഓർഗനൈസ്ഡ് മാസ് ഓഫ് സെൽസ് ആണ് നമ്മൾ ക്യാലസ് എന്ന് പറയുന്നത്. ക്യാലസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസും അതുണ്ടാകുന്ന കണ്ടീഷനും ഒക്കെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു കണ്ടീഷൻ ക്യാലസ് ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പ്ലാന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അസെപ്റ്റിക് കണ്ടീഷൻ ആയിരിക്കും, നല്ല ക്ലീൻ ആയിരിക്കണം. ദെൻ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ന്യൂട്രിയൻ്റ് മീഡിയം സപ്ലിമെന്റഡ് വിത്ത് അപ്രോപ്രിയേറ്റ് റേഷ്യോ ഓഫ് ഓക്സിൻ ആൻഡ് സൈറ്റോകൈൻ. ക്യാലസ് ഇൻഡക്ഷന് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സിൻ ആൻഡ് സൈറ്റോകൈൻ ആണ്. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓക്സിന് മാത്രം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ആയിട്ടും കൊടുക്കാം. ഇൻക്യുബേഷൻ ഓഫ് കൾച്ചർ ആണ്. നമ്മൾ ഈ കൾച്ചറൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഇൻക്യുബേഷൻ വെക്കും അല്ലേ, നല്ല ലൈറ്റിലും ടെമ്പറേച്ചറിലും ഒക്കെ. ആ ഒരു കണ്ടീഷനും ബാലൻസ്ഡ് ആയിരിക്കണം. ഈ ഒരു 3 കണ്ടീഷനും കൃത്യമായാൽ മാത്രമേ ക്യാലസ് ഫോർമേഷൻ അല്ലെങ്കിൽ ക്യാലസ് ഇൻഡക്ഷൻ നടക്കുള്ളൂ. നമുക്ക് ഈ ഒരു ക്യാലസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള നോൺ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് അതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ടാണ് അവ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ പല രീതിയിലൊക്കെ ഒരു സ്പെഷ്യൽ ഷേപ്പോ സൈസോ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ ക്യാലസ് ഡെവലപ്പ് ചെയ്യുമ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ് ആയിട്ടാണ്, ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ടോട്ടിപൊട്ടൻസി, ക്യാലസിന് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട് കേട്ടോ. സെൽസ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു റീജനറേറ്റ്. എന്താണ് ടോട്ടിപൊട്ടൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പ്ലാന്റ് ടിഷ്യൂവിൽ നിന്ന് ഒരു ഹോൾ പ്ലാന്റ് റീജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അത് നമ്മളുടെ ക്യാലസിനുണ്ട്. ഓക്കെ, ആക്റ്റീവ് സെൽ ഡിവിഷൻ, ടോട്ടിപൊട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സെൽസ് മൈറ്റോട്ടിക്കലി ആക്റ്റീവായിട്ട് റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ഗ്രോത്ത് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മീഡിയത്തിലുള്ള ഓക്സിൻ്റെയും സൈറ്റോകൈൻ, ചിലപ്പോൾ സൈറ്റോകൈൻ മെയിൻലി ഓക്സിൻ്റെ കണ്ടന്റ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ക്യാലസിൻ്റെ ഫോർമേഷനും ഗ്രോത്തും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അപ്പിയറൻസ് പല രീതിയിൽ ഈ ഒരു ക്യാലസ് കാണുന്നുണ്ട്. ചില കേസിൽ യെല്ലോ കളർ ആകാം, ചിലത് വൈറ്റ് കളർ ആകാം. മെയിൻലി മെജോറിറ്റി വൈറ്റ് കളറും ബ്രൗൺ കളറും ചിലത് ഗ്രീൻ കളറും ഒക്കെ കാണുന്നുണ്ട്. ദെൻ ടെക്സ്ചർ, ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാലസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഫ്റ്റ് ഫ്രയബിൾ ആയിട്ടുള്ള ക്യാലസ് ഉണ്ട്, ഹാർഡ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാലസ് ഉണ്ട്. അങ്ങനെ അതിൽ കൂടുതൽ ബേസ്ഡ് ഓൺ പല ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ക്യാലസ് ഉണ്ട്. അത് അടുത്ത സ്ലൈഡിലായിട്ട് പറയുന്നുണ്ട്. ദെൻ നോൺ വാസ്കുലാർ ആണ്. അതായത് സൈലം ഫ്ലോയം പോലെയുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഒന്നും അവയുടെ ഏർലി സ്റ്റേജസിൽ ഉണ്ടായിരിക്കില്ല. ഇൻഡ്യൂസ്ഡ് ഇൻ വിട്രോ, ലാബിൽ ടിഷ്യൂ കൾച്ചർ ലാബിലാണ് യൂഷ്വലി ക്യാലസ് ഫോം ചെയ്യുന്നത്. നാച്ചുറലി ഒരു ക്യാലസും പ്ലാന്റ്സിൽ ഫോം ചെയ്യില്ല.
ഓക്കെ, ദെൻ നെക്സ്റ്റ് റെസ്പോൺസ് ടു ഹോർമോണൽ സ്റ്റിമുലസ്. അതായത് ഇത് റൂട്ടായിട്ടും ഷൂട്ടായിട്ടും സൊമാറ്റിക് എംബ്രിയോ ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അത് ഹോർമോണൽ ബാലൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. then ഇവയ്ക്ക് സൊമാക്ലോണൽ വേരിയേഷൻ ഉണ്ടാകാം. പ്രൊലോങ്ഡ് കൾച്ചർ, കുറേ രീതിയിൽ നേരം ആ ഒരു ഇൻക്യുബേഷൻ ഒക്കെ കുറേ നേരം കൾച്ചർ ചെയ്താൽ ഇവയ്ക്ക് ജനറ്റിക്കലി മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എപ്പിജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാകാം. സൊമാക്ലോണൽ വേരിയേഷൻ എന്താണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇത്രയാണ് മെജോറിറ്റി കാലസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കാലസ് ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. ഒരു പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ പല ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് കാലസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ ടെക്സ്ചർ ആൻഡ് സ്ട്രക്ചർ ആണ്. അവയുടെ ആ ഒരു ടെക്സ്ചറും സ്ട്രക്ചറും ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് കാലസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫ്രയബിൾ കാലസ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള, ക്രംബ്ലി ആയിട്ടുള്ള, ലൂസ്ലി പേക്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഫ്രയബിൾ. അപ്പോൾ പെട്ടെന്ന് സ്മോൾ പീസസ് ആയിട്ട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. സസ്പെൻഷൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതിൻ്റെ മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു കൾച്ചറിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഫ്രയബിൾ കാലസ് ആയിട്ടും ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ കോമ്പാക്ട് കാലസ് ആണ്. ഫ്രയബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കും. ഹാർഡ്, ഡെൻസ്, ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ഹാർഡ് ആയിരിക്കും. അപ്പോൾ മെയിൻലി ഓർഗാനോജെനിസിസ് അല്ലെങ്കിൽ റീജനറേഷൻ സ്റ്റഡീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കളറാണ്. അതിലുള്ള കോമ്പോസിഷനും ഹെൽത്തും ഒക്കെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് കാലസ് ഉണ്ട്. അതിലൊന്ന് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറാണ്. ഈ ഒരു വൈറ്റ് കളറുള്ള കാലസ് ആണെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി ആൻഡ് ആക്റ്റീവ്ലി ഗ്രോയിങ് ആയിട്ടുള്ള കാലസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഗ്രീൻ കളറുള്ള കാലസിലാണെങ്കിൽ അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. നല്ല ലൈറ്റ് കണ്ടീഷനിലാണ്, ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു കാലസ് ആയിരിക്കും. അവയ്ക്ക് ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏർലി സ്റ്റേജിൽ മിക്ക കേസിലും വൈറ്റ് ആണ് വേണ്ടത്. ഫെർദർ കേസിലായിരിക്കും അത് ഗ്രീൻ കളറായിട്ട് മാറേണ്ടത്. അപ്പോൾ ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് കാലസ് എന്ന് പറയുന്നത് ഓൾഡർ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് കാലസ് ആയിരിക്കും. അതായത് അത്ര ഹെൽത്തി അല്ല. ഒരു ഓക്സിഡേഷനോ കണ്ടാമിനേഷനോ നടന്ന അല്ലെങ്കിൽ റീജനറേഷൻ്റെ പൊട്ടൻഷ്യൽ വളരെ കുറഞ്ഞ കാലസ് ആയിരിക്കും ബ്രൗൺ കളറുള്ള കാലസ്. ഈ ഒരു പിക്ചറിലുള്ളതാണ് വൈറ്റ് കാലസ്, ഇതാണ് ഗ്രീൻ കാലസ്. ഇതേപോലെ ബ്രൗൺ കളറുള്ള കാലസും ഉണ്ടാവാം. തേർഡ് ക്രൈറ്റീരിയ ആണ് ബേസ്ഡ് ഓൺ ഒറിജിൻ ഓഫ് ടിഷ്യൂ. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഓർഗാനോജനിക് കാലസ് ആണ്. അതായത് ഈ ഒരു കാലസ് റീജനറേറ്റ് ചെയ്തിട്ട് ഓർഗൻസ് ആയിട്ട് മാറും. ഷൂട്ടും റൂട്ടും ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കാലസ്. നോൺ ഓർഗാനോജനീസ് എന്ന് പറയുന്നത് ഓർഗൻ ഫോമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ അവ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡക്ഷൻ്റെ യൂസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ. അതിൽ ഒന്ന് എംബ്രിയോജനിക് കാലസ് ആണ്. സൊമാറ്റിക് എംബ്രിയോ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. അവ എന്തിന് യൂസ് ചെയ്യാം? സൊമാറ്റിക് എംബ്രിയോജെനിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലി ടോട്ടിപോട്ടൻ്റ് ആണ്. അത്രയും ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ജനറ്റിക് ട്രാൻസ്ഫോർമേഷനും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോൺ എംബ്രിയോജനിക് കാലസ് ആണ്. ഈ പറഞ്ഞ സൊമാറ്റിക് എംബ്രിയോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവയ്ക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ലിമിറ്റഡ് റേറ്റിൽ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സെൽ കോമ്പോസിഷൻ ആണ്. ഹോമോജീനസ് ആയിട്ടുള്ള കാലസ്, അതായത് സെയിം ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയുള്ളതാണ് ഹോമോജീനസ്. ഹെട്രോജീനസ് എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് മിക്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആയിരിക്കും. സോ ഇത്രയാണ് ഈ ഒരു കാലസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.